അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇന്നലെ വ്യാഴാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടു പിറ കണ്ടു എന്ന വിശ്വാസയോഗ്യമായ നിലയിലുള്ള വാർത്ത കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധമായ റബീഉൽ അവ്വൽ പുണ്യമായ മാസത്തിൻ്റെ 1-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിച്ച് ഇന്ന് വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ 1-ാമത്തെ ദിവസമാണ്. മാത്രമല്ല റബീഉൽ അവ്വലിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. അൽഹംദുലില്ലാ, എത്ര പറഞ്ഞാലും എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവില്ല. മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. മൗലിദ് മാസത്തിലേക്ക് നമ്മൾ കടന്നു. മൗലിദ് ഓതുന്നവരെ, മൗലിദ് ഓതാൻ ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, മൗലിദ് ഓതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന 8ഓളം വലിയ വമ്പൻ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അതോടൊപ്പം തന്നെ മൗലിദ് ഓതുന്ന സദസ്സിൽ ഈ 8 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വമ്പൻ നഷ്ടമാണ്. അതുകൊണ്ട് മൗലിദിന്റെ സദസ്സിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, മൗലിദ് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് ഈ മൗലിദ്? ഉസ്താദേ, ഞങ്ങൾക്ക് മൗലിദ് ഓതാൻ അറിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? നിസ്കാരമില്ലാത്തപ്പോൾ മൗലിദിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാമോ? ഒരു സംശയം. ഉസ്താദെ, ഞങ്ങൾ മൗലിദ് ഓതുമ്പോൾ ഇങ്ങനെ ആടുന്നുണ്ട്, ഇങ്ങനെ ആടാൻ പാടില്ല എന്ന് പലരും പറയുന്നു, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് ചോദിച്ചവരുണ്ട്. അതിനൊക്കെ മറുപടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ ഉസ്താദെ, ഞങ്ങളുടെ വീട്ടിൽ മൗലിദ് കിതാബില്ല, മൊബൈലിൽ നോക്കി മൗലിദ് ഓതാമോ എന്ന് ഒരാൾ ചോദിച്ചു. ഈ പറഞ്ഞവയുടെ എല്ലാം മറുപടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് കേട്ടാലോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ഇഹപര വിജയം കിട്ടാൻ നിദാനമാകുന്ന, കാരണമാകുന്ന ഒരു ഒത്തുചേരലായി, ഒരു ഒരുമിച്ച് ചേരലായി അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസുകളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗികളായി കഴിയുന്നു. എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനിക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള മഹാ സൗഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇന്നലെ വ്യാഴാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടു പിറ കണ്ടു എന്ന വിശ്വാസയോഗ്യമായ നിലയിലുള്ള വാർത്ത കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 1-ാം രാവ് ഇന്നലെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വന്നു. അൽഹംദുലില്ലാ, ഇന്നലെ മഗ്‌രിബിന് ശേഷം നമ്മുടെ ചാനലിൽ പരിശുദ്ധമായ മൗലിദിന്റെ മജ്‌ലിസ് ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് അൽഹംദുലില്ലാ ആ മൗലിദിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തത്. പരിശുദ്ധമായ മങ്കൂസ് മൗലിദാണ് നമ്മൾ ഇന്നലെ പാരായണം ചെയ്തത്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ചൊല്ലിയതിനെല്ലാം അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അല്ലാഹുവേ പടച്ചവനെ, മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകിച്ചും അതല്ലാത്ത സമയത്തും നമുക്കൊരു സന്തോഷമുണ്ടാകുമ്പോൾ, നമുക്കൊരു പ്രയാസമുണ്ടാകുന്ന സമയത്തും, അതായത് ഒരു ഹജ്ജ് യാത്രയാവട്ടെ, അല്ലെങ്കിൽ ഒരു വിവാഹ നിശ്ചയമാവട്ടെ, അല്ലെങ്കിൽ ഒരു വീട് താമസമാവട്ടെ, അല്ലെങ്കിൽ വാപ്പയുടെ ആണ്ടാണ്, ഉമ്മ മരണപ്പെട്ടതിൻ്റെ ഓർമ്മ ദിവസമാണ്, അങ്ങനെ നമുക്കൊരു സന്തോഷമുണ്ടായാലും ഒരു വ്യസനമുണ്ടായാലും ഒക്കെ നമ്മൾ ഓതാൻ തിരഞ്ഞെടുക്കുന്ന പരിശുദ്ധമായ മുത്തായ ഹബീബിന്റെ വിശുദ്ധമായ മൗലിദുകൾ, അല്ലെ? മൗലിദിന്റെ സദസ്സ് നമ്മുടെ വീടുകളിൽ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. മൗലിദ് നമ്മൾ ഓതിയിട്ടുണ്ട്. മൗലിദ് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് വിശദീകരിച്ച് നമുക്ക് പറയാനുണ്ട്. സമയം വളരെ കുറവാണ്. എന്നാലും റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇൻഷാ അല്ലാഹ് ഓതാൻ ശ്രമിക്കുന്ന, നമ്മൾ ഓതുന്ന, നമ്മൾ കേൾക്കുന്ന മൗലിദ്, ആ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിശദീകരണം ഇൻഷാ അല്ലാഹ് ചുരുക്കി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. മൗലിദ് എന്ന് പറഞ്ഞാൽ, മൗലിദ് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്, അല്ലെ? മൗലൂദിന് പോകുന്നുണ്ടല്ലേ, അവിടെ മൗലൂദുണ്ട്, മൗലൂദിന്റെ സദസ്സിലെ ചീരണിയാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കേട്ടിട്ടുണ്ട്.
ഈ മൗലൂദ് എന്നല്ല, അതിങ്ങനെ മലയാളീകരിച്ച് നമ്മൾ മൗലൂദ് എന്ന് പറയുന്നതാ. മൗലിദ് എന്നാണ്. മൗലിദ് മജ്ലിസ് അല്ലെങ്കിൽ മൗലിദ് ഓതുന്നു അങ്ങനെയാണ് പറയേണ്ടത്. ഇനിയിപ്പോ മൗലൂദ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞാൽ നരകത്തിൽ പോകും എന്നൊന്നുമല്ല പറഞ്ഞതിനർത്ഥം. എങ്ങനെയും നമുക്ക് പറയാം. മൗലിദ് എന്നാണ് സാധാരണ പറയാറുള്ളത്. മൗലിദ് എന്ന് പറഞ്ഞാൽ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ജനിച്ച സമയം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന, നമ്മൾ പാടുന്ന ആ ഒരു ഗദ്യ പദ്യ രൂപത്തിനാണ് മൗലിദ് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. മൗലിദുകൾ പലതരമുണ്ട് അല്ലെ. നമ്മളൊക്കെ വീടുകളിൽ സാധാരണയായി നമ്മൾ ഓതുന്ന, ഏത് സമയത്തും നമുക്ക് സിമ്പിളായി ഓതാൻ പറ്റുന്ന ഒരു മൗലിദാണ് മങ്കൂസ് മൗലിദ്. അള്ളാഹുവേ, വലിയ അത്ഭുതമാണ് ഈ മങ്കൂസ് മൗലിദ്. അതുപോലെ ഷറഫുൽ അനാം മൗലിദ്, ബദർ മൗലിദ്, മുഹമ്മദ് മൗലിദ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മൗലിദുകളുണ്ട്. ഇതിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പുകഴ്ത്തി പറയുന്നു. നബി തങ്ങൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരാകുന്ന ആയിഷ ബീവിയെയും ഖദീജ ബീവിയെയും പറ്റി പറയുന്നു. അതുപോലെ തന്നെ മകളായ ഫാത്തിമ ബീവിയെ പറ്റി പറയുന്നു. മറ്റു സ്വഹാബിമാരെ നമ്മൾ അനുസ്മരിക്കുന്നു. മറ്റു പ്രവാചകന്മാരെ പറ്റി പറയുന്നു. നബി തങ്ങളുടെ വാപ്പ ഉമ്മ അവരെ പറ്റി നമ്മൾ പറയുന്നു. അപ്പോൾ നബി കുടുംബത്തിന്റെ ചരിതം, ആ ചരിതമാണ് ഈ മൗലിദിലൂടെ നമ്മൾ ഓരോരുത്തരും പറയുന്നത്. അൽഹംദുലില്ലാ, നമ്മൾ മൗലിദിന്റെ മജ്ലിസ് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്തായാലും ഒരു മജ്ലിസ് എങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ സംഘടിപ്പിക്കുക. എന്ന് വെച്ചാൽ എല്ലാവരെയും വിളിച്ചു ചേർത്ത് വലിയൊരു മജ്ലിസാക്കി സംഘടിപ്പിക്കണം എന്നൊന്നുമല്ല, നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ മക്കളെയും മരുമക്കളെയൊക്കെ വിളിച്ചിട്ട് ഒരു മൗലിദിന്റെ, പള്ളിയിലെ ഉസ്താദിനെ വിളിച്ച് ഒരു മൗലിദിന്റെ മജ്ലിസ് സംഘടിപ്പിക്കാൻ പറ്റിയാൽ അത് വളരെ ഒരു ബറക്കത്താണത്. ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും അതൊരു ഐശ്വര്യമാണ്. അൽഹംദുലില്ലാ. മാത്രമല്ല, ഇനിയിപ്പോ ആരെയും നമുക്ക് വിളിക്കാനൊന്നുമില്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ മരുമക്കൾ, അവരെ മാത്രം വിളിച്ചിരുത്തിയിട്ട്, നമുക്ക് പേരക്കുട്ടികളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ മരുമക്കൾ ഉണ്ടാകും, അവരൊക്കെ ഖുർആൻ ഓതാ അറിയുന്നവരാണ്, എന്തെങ്കിലുമൊക്കെ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ. അപ്പൊ അവരുടെ കയ്യിൽ മൗലിദിന്റെ കിതാബ് കൊടുക്കുക, അവരത് നോക്കി ഓതട്ടെ. ഒരു ഹിക്കായത്ത് ഓതിയിട്ട് അതിനുശേഷമുള്ള ബൈത്ത് അല്ലെ, അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. എത്ര സുന്ദരമാണ് അത് പറയാനും അത് കേൾക്കാനും. നബിതങ്ങളെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ്. നബിതങ്ങൾ ജനിച്ച സമയത്തുള്ള അത്ഭുതങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ മൗലിദിന്റെ മജ്ലിസ് നമ്മുടെ വീട്ടിൽ സംഘടിപ്പിക്കുക. ഇനിയിപ്പോ വീട്ടിൽ സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ നമ്മുടെ മജ്ലിസ് അൽഹംദുലില്ലാ ഇനി റബീഉൽ അവ്വൽ 12 വരെ മഗ്രിബിന് ശേഷം നമ്മുടെ ചാനലിൽ ഒരു മൗലിദിന്റെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അത് നമ്മുടെ വീട്ടിൽ വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ ഒന്നിച്ച് ജവാബ് പറയാം. ഈ ജവാബ് പറയുക അതൊക്കെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ശേഷം നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും നബിതങ്ങളെ പറ്റി മൗലിദ് പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. നബിതങ്ങളെ പറ്റി അല്ലെ, മൗലിദ് എന്ന് പറഞ്ഞാൽ നബിയെ ഇങ്ങനെ പുകഴ്ത്തുക. മദീനയിലേക്ക് നബിതങ്ങൾ വന്ന സമയത്ത് അല്ലെ, മദീനയിലേക്ക് വന്നപ്പോൾ അൻസ്വാരിയങ്ങളായ ആ ഒരു കൂട്ടം സഹോദരിമാര് പാടിയില്ലേ, ത്വലഅൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മാദഅ ലില്ലാഹി ദാഇ. അതും എന്താണ്, മൗലിദാൻ. നബിയെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു, ഞങ്ങളിലേക്ക് ഇതാ ഒരു പൂർണ്ണമായ ചന്ദ്രൻ വന്നിരിക്കുന്നു, ഞങ്ങളിലേക്ക് ആ പ്രകാശം വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് സന്തോഷം വന്നിരിക്കുന്നു. നബി ഇങ്ങനെ പുകഴ്ത്തി. അപ്പൊ നബി തങ്ങൾ എന്നെ പറ്റി അങ്ങനെ പാടരുത്, അത് പാടില്ല, ശിർക്കാണ്, കുഫറാണ് എന്നൊന്നും നബി തങ്ങൾ അവിടെ പറഞ്ഞില്ല. അത് വേറെ വിഷയം, അങ്ങോട്ട് കിടക്കുന്നില്ല. പറഞ്ഞു വന്നത് നബിയെ പറ്റി പറയുക. സ്വലവാത്തി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി സ്വലാത്തും വതസ്ലീമു വഅസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻസിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ വദി. ഇതൊക്കെ നബിതങ്ങളെ പറ്റിയുള്ള മൗലിദുകളാണ്. ഇതൊക്കെ എന്താണ്, ഒരു സ്വലാത്തുമാണ്. ഇതൊക്കെ നബിതങ്ങൾക്ക് അല്ലാഹുവേ ഗുണം കൊടുക്കണേ, രക്ഷ കൊടുക്കണേ എന്ന് നമ്മൾ പറയുന്ന ഒരു സ്വലാത്തുമാണ്. ഇതൊരു മൗലിദിന്റെ വചനം കൂടിയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കഅബ് ബിനു സുഹൈർ, അതുപോലെ ഹസ്സാൻ ബിൻ സാബിത്ത്, ഇവരൊക്കെ വലിയ കവികളായിരുന്നു. ഇവരൊക്കെ വന്നിട്ട് നബിയെ ഇങ്ങനെ പുകഴ്ത്തിപ്പാടും.
നബിയെ ഇങ്ങനെ വർണ്ണിച്ചിങ്ങനെ പാടും. ആ സമയത്ത് നബി തങ്ങളുടെ തോളിൽ കിടന്നിരുന്ന ഷോള് പോലും അള്ളാഹുവിന്റെ റസൂല് അവർക്കായി വിരിച്ചു കൊടുത്തിട്ടുള്ള ചില ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അൽഹംദുലില്ലാഹ്. അള്ളാഹുവേ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഞങ്ങളിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു, കടക്കുകയാണ്. റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. ഒരു മനുഷ്യൻ മൗലിദ് ഓതിയാൽ അവനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഓതുന്നത് മങ്കൂസ് മൗലിദാണ്. ലോകത്ത് എവിടെയെല്ലാം പ്രവാചക അനുരാഗികളുണ്ടോ, നബിതങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടോ, അവരൊക്കെ ഓതുന്ന ഒരു മൗലിദാണ് മങ്കൂസ് മൗലിദ്. ഈ മങ്കൂസ് മൗലിദ് അത് അൽഹംദുലില്ലാഹ്, മങ്കൂസ് മൗലിദ് ആരാണ് രചിച്ചത്? അതൊരു മലയാളിയാണ്. പൊന്നാനി ഭാഗത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനി ഭാഗത്ത് ആ ഭാഗം മുഴുവനും പ്ലേഗ് രോഗം വന്നു. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോവുകയാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ ആ നാട്ടിലൊക്കെ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്, രോഗം പടർന്നു പിടിക്കുകയാണ്. ആ സമയത്താണ് ജനങ്ങൾ ചെന്നിട്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയുന്നത്, തങ്ങളെ, നമ്മുടെ നാട്ടിൽ പ്ലേഗ് രോഗമാണ്, ഒരുപാട് പേര് മരണപ്പെടുകയാണ്, ഞങ്ങൾക്ക് ചൊല്ലാൻ എന്തെങ്കിലും ഒരു വിറുത് തരുമോ, ഞങ്ങൾക്ക് ചൊല്ലാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ആ സമയത്താണ് മഹാനവറുകൾ മങ്കൂസ് മൗലിദ് രചിക്കുന്നത്. അത് എഴുതുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും എല്ലാവരും അത് ഏറ്റുചൊല്ലുകയും ചെയ്തതോടെ ആ നാട്ടിലെ രോഗം മാറി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് മൗലിദ് ഓതുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ച് മങ്കൂസ് മൗലിദ് ഓതുന്നവരെ, നിങ്ങൾക്ക് ഖഹ്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. സുയൂത്തി ഇമാം അവിടുത്തെ വസായിൽ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, ഒരു നാട്ടിൽ മഴയില്ല എന്ന് വിചാരിക്കുക, മഴയില്ല, അല്ലെങ്കിൽ എന്താ, ജലക്ഷാമമാണ്, കുടിക്കാൻ വെള്ളമില്ല. നിങ്ങൾ സ്വലാത്ത് പറയുക, നിങ്ങൾ അല്ലാഹുവിലേക്ക് ദുആരക്കുക. ആ ദുആ ചെയ്യുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതിയിട്ട്, നബിയെ പുകഴ്ത്തിയിട്ട്, നബിയെ വാഴ്ത്തിയിട്ട് നിങ്ങൾ ദുആരക്കണേ. അല്ലാഹു തആല ദുആ സ്വീകരിക്കും. അതുപോലെ വബാഉകൾ വരുമ്പോ, മാറാവ്യാധികൾ വരുമ്പോ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതണേ. നബി തങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്ത് പറഞ്ഞ്, നബി തങ്ങളെ ഒരുപാട് പുകഴ്ത്തിയിട്ട് വാഴ്ത്തിയിട്ട് നിങ്ങൾ എന്തു പറയണം? ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഹറക്കത്തിനെ തൊട്ട്, കത്തി നശിക്കുന്നതിനെ തൊട്ടുള്ള കാവൽ കിട്ടുന്നതാണ്. അറുക്കിനെ തൊട്ട്, മുങ്ങി മരണത്തെ തൊട്ടുള്ള കാവൽ കിട്ടുന്നതാണ്. അതുപോലെ ആഫാത്ത്, ബനിയാത്ത്, മറ്റു പരീക്ഷണങ്ങൾ, കടങ്ങൾ, രോഗങ്ങൾ, അതുപോലെ കണ്ണേറ്, അസൂയ, സിഹർ, ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ, നല്ല മരണം കിട്ടാൻ, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് മൗലിദ് ഓതിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. എവിടെയാണോ മൗലിദ് ഓതുന്നത് അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട്, വീട്ടിലാണ് ഓതുന്നതെങ്കിൽ ആ വീട്ടുകാർക്ക് വേണ്ടി ദുആരക്കും അല്ലേ. നമ്മുടെ നേതൃത്വത്തിലാണ് മൗലിദിന്റെ മജ്ലിസ് സംഘടിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടി ദുആരക്കുമെന്നാൻ. അല്ലാഹുവേ, മൗലിദിന്റെ മജ്ലിസ് എത്ര ശ്രേഷ്ഠത! അവിടെ ഇരുന്നിട്ട് ദ്വാരക്കുക, അവിടെ ഇരുന്നിട്ട് ദ്വാരക്കുക. ഉസ്താദ് ദ്വാരക്കും ആ കൂട്ടത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരണം, പറച്ചോനെ, എൻ്റെ കടങ്ങളുടെ കാര്യം, എൻ്റെ കച്ചവടത്തിന്റെ കാര്യമൊക്കെ നീ റാഹത്താക്കി തരണേ, ഈ മൗലിദിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരണേ എന്നൊക്കെ നമ്മൾ ദ്വാരക്കുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് പ്രതിഫലമാണ് മൗലിദ് ഓതിയാൽ കിട്ടുന്നത്, ഒരുപാട് പ്രതിഫലമാണ്. ഇനി മൗലിദ് ചുമ്മാ ഓതലല്ല, ചില അദബ് മര്യാദകൾ പാലിച്ച് നമ്മൾ ഓതണം. ഒന്ന് വുദുവോടുകൂടി ഓതുക. വുദു ഉണ്ടായിരിക്കൽ നിർബന്ധമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല, നല്ലതാണ്. വുദുവോടുകൂടി ഓതുക. അതുപോലെ തന്നെ സുഗന്ധം, ഇപ്പം നമ്മുടെ പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും മൗലിദ് ഓതുമ്പോൾ ഒരു സുഗന്ധം, ഒരു അത്തർ ഇങ്ങനെ എല്ലാവരും പുരട്ടുക, അല്ലെങ്കിൽ ഒരു ചന്ദനത്തിൽ കത്തിച്ച് വെക്കുക, അത് പ്രത്യേകം നല്ലതാണ്. പിന്നെ അച്ചടക്കം വേണം. അവിടെ കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നു, ഇവിടെ കുറച്ച് ആൾക്കാർ മൗലിദ് ഓതുന്നു, അങ്ങനെയല്ല. എല്ലാവരും നിശബ്ദമായിരുന്ന്, അതായത് മറ്റ് സംസാരങ്ങളൊക്കെ ഒഴിവാക്കി മൗലിദ് ഇങ്ങനെ ഓതുക. അത് ഓതുമ്പോൾ അതിങ്ങനെ കേട്ടിരിക്കുക, മറ്റ് സംസാരങ്ങൾ മാറ്റുക. മൗലിദിന്റെ കിതാബിനെ ബഹുമാനിക്കുക. മൗലിദിന്റെ കിതാബില്ലേ, ആ കിതാബിനെ ബഹുമാനിക്കണം. അതിങ്ങനെ ചുരുട്ടിക്കൂട്ടിയെന്ന് വെക്കാനുള്ളതല്ല. ഖുർആനിന്റെ മുകളിൽ മൗലിദ് കിതാബ് വെക്കരുത്. ചിലക്കാർ അങ്ങനെ ഈമാൻ കേട്ടിട്ട് ഖുർആന്റെ മുകളിൽ, വിശുദ്ധ ഖുർആനിന്റെ മുകളിൽ മൗലിദ് കിതാബ് വെക്കും. അങ്ങനെ പാടില്ല. മൗലിദ് കിതാബ് ഇപ്പോൾ എപ്പോഴും താഴെയാൻ, അതിന്റെ മേലാണ് ഖുർആൻ ഉള്ളത്. അപ്പോൾ എന്താണ്, മൗലിദ് കിതാബ്, അതിനെ ബഹുമാനിക്കുക. അതില്ലാത്തവരുണ്ടെങ്കിൽ ഒരു കടയിൽ നിന്ന് വാങ്ങുക, ഒരു കിതാബ് വാങ്ങുക, അതൊരു ബർക്കത്താണ്. പിന്നെയോ അതിനുശേഷം എന്തെങ്കിലും ഒരു മൗലിദ് ഓതി കഴിഞ്ഞാൽ ഒരു ഒജീനം കൊടുക്കുക, എന്തെങ്കിലും അരുവയോ ആപ്പിളോ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, അത് പ്രത്യേകം നല്ലതാണ്. അതുപോലെ തന്നെ നബിതങ്ങൾ ഈ മൗലിദ് ഓതുമ്പോൾ നബിതങ്ങളുടെ പേരുകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ സ്വഹാബിമാരുടെ പേരുകൾ പറയുമ്പോൾ, നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബിമാരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹും, അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം,
ഇതൊക്കെ നമ്മൾ പ്രത്യേകം അതിന് ജവാബായി മറുപടിയായിട്ട് പറയുക. അതുപോലെ തന്നെ ഈ മൗലിദിന്റെ ജവാബുകൾ കൊടുക്കുക. ഇപ്പോ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഇത് നമ്മൾ ഓതി അതിനുശേഷം അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അത് കഴിഞ്ഞ് വീണ്ടും അസ്സലാത്തു അല, അപ്പൊ അത് ജവാബ് എന്ന് പറയും, മറുപടി. അപ്പൊ അത് എല്ലാവരും ആവർത്തിച്ചു ഓതുക. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അതിങ്ങനെ ജവാബായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുക. അതുപോലെ തന്നെ അതിനുശേഷമുള്ള ബൈത്ത് യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻസിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. അത് ഇങ്ങനെ ആവർത്തിച്ച് ഓതുക. അതുപോലെ സ്വലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. അതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ ജവാബായിട്ട് ഓതുക, മറുപടിയായിട്ട് ഓതുക. അൽഹംദുലില്ലാഹ്. പിന്നെ നല്ല ശൈലിയിൽ ഓതുക. ആർക്കോ വേണ്ടി എന്തോ ഓതുന്നത് പോലെ ആവരുത്. നല്ല ശൈലിയിൽ ഓതുക, മര്യാദയിൽ ഇരിക്കുക. പലരും ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ഈ മൗലിദ് കിതാബ് ഇപ്പോൾ വാങ്ങാൻ ഞങ്ങൾക്കിപ്പോൾ സമയമില്ല, അല്ലെങ്കിൽ വാങ്ങാൻ കിട്ടുന്നില്ല. ബുക്ക് സ്റ്റോളുകളിലൊക്കെ ഉണ്ടാകും. പിന്നെ ഇനിയിപ്പോൾ അത് വാങ്ങിയാൽ അത് നോക്കിയല്ല ഓതുന്നത്. ഇപ്പോൾ മൗലിദ് ഓതാൻ വേണ്ടി ഒരു ഉസ്താദിനെ വീട്ടിലേക്ക് വിളിച്ചാൽ പോലും ആ ഉസ്താദ് ഓതുന്നത് മൗലിദ് കിതാബ് നോക്കിയല്ല. ഉസ്താദിന്റെ കയ്യിലുള്ള മൊബൈലിൽ മൗലിദിന്റെ ആപ്പ് ഉണ്ടാകും, അത് വെച്ചാണ് ഓതുന്നത്. അങ്ങനെ കിതാബ് തന്നെ നോക്കി ഓതൽ നിർബന്ധം അങ്ങനെയില്ല. എന്നാൽ മൊബൈലും നോക്കി ഓതലാണോ നല്ലത്, കിതാബ് നോക്കി ഓതലാണോ എന്ന് ചോദിച്ചാൽ അത് കിതാബ് നോക്കി ഓതലാണ്. കിതാബ് നോക്കി ഓതുമ്പോൾ അതിൻ്റെതായ ഒരു ഭവ്യതയും ഒരു ആത്മീയതയും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ആ കിതാബ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് അല്ലെങ്കിൽ കിതാബ് ഇങ്ങനെ വെച്ചിട്ട് അത് നോക്കി ഓതുമ്പോൾ അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്. മൊബൈൽ നോക്കി ഓതാൻ പാടില്ലെന്നല്ല. മൊബൈൽ നോക്കി ഓതൽ ഇപ്പോൾ എല്ലാവർക്കും സൗകര്യം. മൊബൈൽ നോക്കി ഖുർആൻ ഓതുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. ഉദു പോലും വേണ്ട, നമുക്ക് മൊബൈലിൽ നോക്കി ഖുർആൻ ഓതാം. അപ്പോൾ മൊബൈലിൽ നോക്കി നമുക്ക് മൗലിദ് ഓതാം. എന്നാൽ കിതാബ് ഉണ്ട് എങ്കിൽ കിതാബ് നോക്കി ഓതലാണ് ഏറ്റവും ഉചിതമായ കാര്യം. ആ കാര്യം കൂടി ഇവിടെ നമ്മൾ ചേർത്ത് പറയുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് ആ ഓതുന്ന മൗലിദ് കൊണ്ട് നമ്മൾ എന്താണോ മനസ്സിൽ കരുതിയത് ആ ഒരു മുറാദൊക്കെ അല്ലാഹു തആല നമുക്ക് ഹാസിലാക്കി തരുമെന്നാണ്. അതിനുശേഷം നല്ലവണ്ണം ദ്വാരക്കുക. മൗലിദിന്റെ മജ്ലിസ് കാണുമ്പോൾ ഒരു പുച്ഛഭാവം അത് വേണ്ട, ഒരു ആദരവ്, ബഹുമാനം അതിനോടുണ്ടാവണം. ഈ മൗലിദ് ഓതുമ്പോൾ ചില ആൾക്കാർ അവിടെ ഓതുന്നു, ചില ആൾക്കാർ ഇവിടെ, അങ്ങനെയല്ല. ഒന്നിച്ചെല്ലാവരും ഇരുന്ന് ഓതുക. പല തട്ടിലായി പോകരുത്. അങ്ങനെയാണ്. ചില ആൾക്കാർ ജവാബ് ഓതുമ്പോൾ ചില ആൾക്കാർ വേറെ വരി ഓതുന്നു. അങ്ങനെ ആവരുത്. ഒന്നിച്ചിരുന്ന് ഒരു ശൈലിയിൽ ഓതുക. പിന്നെ ഈ മൗലിദ് ഓതുമ്പോൾ ഇങ്ങനെ ആടൂല്ല. അതെന്താണ് മൗലിദ് ഓതുമ്പോൾ ഇങ്ങനെ ആടുന്നു? അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം അതിപ്പോൾ സ്വാഭാവികമാണ്. എല്ലാ സമയത്തും ഇങ്ങനെ അനങ്ങാതിരിക്കാൻ പറ്റുമല്ലോ. ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് നാട് ഖുർആൻ ഓതുമ്പോഴൊക്കെ ഇങ്ങനെ നാടിപ്പോവില്ല. അത് ആടുന്നത് കൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ ആടാൻ പാടില്ല അല്ലെങ്കിൽ ആടണം അങ്ങനെ ഒന്നുമില്ല. അതിങ്ങനെ ശരീരത്തിൽ ചിലപ്പോൾ ഇങ്ങനെ വേദനയൊക്കെ പോകാൻ നല്ലത്. അതൊരു ഇപ്പോൾ എക്സർസൈസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അതല്ലാതെ ഒരു മടുപ്പ് വരാതിരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇവിടെ വേദന ഉണ്ടാവും. അതൊന്നില്ലാതിരിക്കാൻ, ഒരു മടുപ്പില്ലാതിരിക്കാൻ ഒരു അല്പം ഇങ്ങനെ ആടുന്നത് നല്ലതാണ്. ഇപ്പോൾ മൗലിദിന്റെ മജ്ലിസിൽ ആടുന്നതിനെ പറ്റിയാണ് ഉസ്താദ് പറഞ്ഞത് എന്നൊന്നും ഞാൻ പുതിയ വിഷയം ഉണ്ടാക്കേണ്ട. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അൽഹംദുലില്ലാഹ് മൗലിദിന്റെ മജ്ലിസ് നമ്മുടെ ചാനലിൽ ഉണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അത് രാത്രി തന്നെ ഓതണമെന്നില്ല. പകലിൽ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ മൗലിദിന്റെ മജ്ലിസ് ആ ഒരു വീഡിയോ എടുത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് മജ്ലിസിൽ പങ്കെടുക്കാവുന്നതാണ്. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പലരൊക്കെ ചോദിക്കുന്നു, ഉസ്താദെ മൗലിദ് ഓതാൻ ഞങ്ങൾക്ക് അറിയില്ല, മൗലിദ് ഓതാൻ അറിയില്ല, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മൗലിദ് ഓതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അൽഹംദുലില്ലാഹ് മൊബൈൽ ഉപയോഗിക്കാൻ അറിയാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ ഭർത്താവിനോ നിങ്ങളുടെ ഭാര്യക്കോ ഒക്കെ അറിയാലോ. അപ്പോൾ അവരോടൊന്ന് പറയണേ ആ മൗലിദ് ഒന്ന് എടുത്ത് തന്നെ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇൻഷാ അല്ലാഹ് മൗലിദ് മജ്ലിസ് ഉണ്ടാകും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് കേട്ടിരുന്നാൽ തന്നെ പ്രതിഫലമാണ്. അല്ലെങ്കിൽ കൂട്ടത്തിൽ ഓതാൻ പറ്റിയല്ല, അത് ഓതുക. അൽഹംദുലില്ലാഹ് ഖൈറാൻ. നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്കും മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ ജവാബ് ബൈത്തുകളൊക്കെ നമുക്ക് ഓതാൻ പറ്റുന്നതാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയുള്ള ദിവസം, ചിലപ്പോൾ റബീഉൽ അവ്വൽ 30 വരെ മൗലിദ് ഓതുന്ന പള്ളികളുണ്ടാകും, വീടുകളൊക്കെ ഉണ്ടാകും. റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒന്ന് വിളിച്ചിരുത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ മാത്രം, എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് ഒരു മൗലിദ് സംഘടിപ്പിച്ച് ഒരു അല്പം ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെ, നബി തങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എവിടെയെങ്കിലും ഒരു മൗലിദിന്റെ മജ്ലിസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ പോയി ഇരിക്കുക.
അതിൽ പങ്കെടുക്കുക. നമുക്ക് എന്തെങ്കിലും ചീരണിയൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ചീരന് കൊടുക്കുക. പള്ളിയിലേക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒജീനം വാങ്ങാൻ വേണ്ടി ഇനിയിപ്പോൾ പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് പൈസ, ഒരു 100 രൂപയാണെങ്കിലും അതവിടെ കൊടുത്ത് 5-6 പേര് കൂടി ഒരു 100 രൂപ കൊടുത്താൽ ഒരു 500 രൂപയായില്ലേ. അപ്പോഴേക്കും ഒരു നല്ലൊരു ചീരണി വാങ്ങി അവർക്ക് അത് ഒജീനം വാങ്ങിച്ചിട്ട് അവിടെ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ മാനസികമായും ശാരീരികമായും ഈ മൗലിദിന്റെ മജ്‌ലിസിലേക്ക് ചേർന്ന് നിൽക്കുക. അതുപോലെ തന്നെ പരിശുദ്ധമായ സ്വലാത്ത് ധാരാളം ചൊല്ലുക. അതാണ് ഏറ്റവും വലിയ മൗലിദ് എന്ന് പറഞ്ഞാൽ സ്വലാത്താണ്. ഏറ്റവും വലിയ മൗലിദ് സ്വലാത്താണ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. ഇനിയിപ്പോൾ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വയൊക്കെ വരുന്നു. ധാരാളമായിട്ട് സ്വലാത്തുകൾ പറയുക. അതുപോലെ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ലഖദ് ജാഅക്കും, അതെന്തായാലും മുടങ്ങാതെ ഇൻഷാ അല്ലാഹ് ഒരു 3 പ്രാവശ്യം വീതം നമ്മൾ എല്ലാ ദിവസവും, ഇനിയുള്ള എല്ലാ ദിവസവും നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് സ്വലാത്ത് പറയുക, ഒരുപാട് ദുആരക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ, നബിയോട് ഇഷ്ടം വെക്കുന്നവരുടെ കൂട്ടത്തിൽ, നബി തങ്ങളുടെ മൗലിദ് ഓതുന്ന, നബിക്ക് വേണ്ടി ഒരുപാട് സ്വലാത്ത് പറയുന്ന നല്ല മനുഷ്യന്മാരിൽ നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിലൊക്കെ പല സ്ഥലത്തും പല പ്രയാസങ്ങൾ നടക്കുന്നു. ഇപ്പോഴും മഴ തോർന്നിട്ടില്ല, പല സ്ഥലത്തും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട്. പ്രത്യേകമായിട്ട് ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അല്ലാഹു തആല നമ്മൾ ഓതിയ മൗലിദുകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ ആപത്തുകളെ തൊട്ടും, എല്ലാ വിപത്തുകളെ തൊട്ടും, എല്ലാ മുസീബാത്തുകളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചു. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.